ഹായ്. കേരളം ഒട്ടാകെ 4 ഇയർ ഡിഗ്രി ആഘോഷിക്കുന്ന തിരക്കിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വളരെ വ്യവസ്ഥാപിതമായി 4 ഇയർ ഡിഗ്രി ആരംഭിക്കുന്നത്. 800-ലധികം കോളേജുകളിലാണ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണ് 4 ഇയർ ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുന്നത്. നല്ലതാണ്, ഒരു സംശയമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് ഉന്നത പഠനത്തിനും ഗവേഷണ താല്പര്യങ്ങൾക്കും അനുയോജ്യമായ ഒരു ഘടനയാണ് 4 ഇയർ ഡിഗ്രി കൊണ്ടുവരുന്നത്. പക്ഷെ എന്റെ ആശങ്ക, ഈ പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ ആവോ? സോഫ്റ്റ്വെയർ ഒക്കെ നന്നാവും, പക്ഷേ ഹാർഡ്വെയർ ഒന്നും നന്നാവാത്ത അവസ്ഥയിലും ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം നമ്മൾ നിലനിൽക്കുമോ ഇല്ലേ എന്നുള്ളതുമാണ് എന്റെ പേടി. നമുക്ക് ഗുണങ്ങൾ വളരെ അധികമാണ്. ഒന്നാമത്തേത്, വിദേശ പഠനത്തിന് കുറച്ചുകൂടി എളുപ്പമാകും 4 ഇയർ ഡിഗ്രിയുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു റിസർച്ച് ഓറിയന്റേഷൻ കാര്യമായിട്ട് ഈ 4 ഇയർ ഡിഗ്രിയുടെ ഭാഗമായി വരുന്നത് കൊണ്ട് ഗവേഷണ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഘടന കുറച്ചുകൂടി മോട്ടിവേറ്റിംഗ് ആണ്. പക്ഷെ അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കൊല്ലവും തുടർന്നു പോരുന്ന പതിവ് സ്റ്റൈല് തന്നെ ബിരുദ പഠനത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കൂ എന്നുള്ളതാണ് എന്റെ പേടി. ഒരുപാട് വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും വിദ്യാർത്ഥികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഡിഗ്രിക്ക് ചേരുന്നത് വളരെ ആവേശത്തിലായിരിക്കും. പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സ് പൊളിറ്റിക്സും ജിയോഗ്രഫി ഒക്കെ ചേരുമ്പോൾ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കൊല്ലം അങ്ങോട്ട് കഴിയുന്നതോടെ ഡിഗ്രി സബ്ജക്റ്റിൽ നിന്ന് മാറി നിൽക്കുകയും വിട്ടുപോവുകയും അതിനോടൊരു താല്പര്യം ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കേരളത്തിലെ പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു ക്ലാസ്സിൽ വരുന്ന ഒരു 40, 50, 30 വിദ്യാർത്ഥികൾ ഒരു 10% മാത്രമേ ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ തെരഞ്ഞെടുത്ത സബ്ജക്റ്റിൽ തുടർ പഠനത്തിന് താല്പര്യം കാണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും പല മേഖലകളിലേക്ക് മാറിപ്പോവും. മറ്റൊന്ന്, വളരെ ക്ലൂലെസ് ആയി, ഒരു ഐഡിയ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്കും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഇത് വളരെ പരിതാപകരമായ ഒരു ദുരന്തമായിട്ടാണ് അവശേഷിക്കുന്നത്. ഗ്രാജുവേറ്റ് പഠനത്തിന് ശേഷം അവരുടെ കരിയർ മാറിപ്പോകുന്നു എന്നത് മാത്രമല്ല, പലപ്പോഴും വഴിതെറ്റി പോവുകയും ഡ്രോപ്പ് ഔട്ട് ആകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, കൃത്യമായ ഒരു ദിശാബോധം ഇല്ലാതെയാണ് ഡിഗ്രി തിരഞ്ഞെടുക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇനി ദിശാബോധം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഡിഗ്രിയെ നിങ്ങളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷമുള്ള ഹയർ സ്റ്റഡീസും ഉയർന്ന സാധ്യതകളും തൊഴിൽ മേഖലകളൊക്കെ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്ന് അറിയും, ഡിഗ്രിക്ക് ശേഷമുള്ള സാധ്യതകൾ എന്താണ്, ആ സാധ്യതകൾക്ക് വേണ്ടി ഈ ഒരു 4 കൊല്ലം, വരാൻ പോകുന്ന 4 കൊല്ലം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടാവണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ധാരണയില്ല, ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കുക. ഈ ഐഡിയ, നമ്മൾ ഈ വീക്ഷണം, ആസൂത്രണം കയ്യിലുണ്ടോ, നിങ്ങൾ കൃത്യമായ ഒരു കരിയർ ഓർബിറ്റിലേക്ക് എത്തും. പലപ്പോഴും 10-30 വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരു 3-4 വിദ്യാർത്ഥികൾ വളരെ ദിശാബോധമുള്ള കുട്ടികളായിരിക്കും. ബാക്കിയുള്ളവർ ഡിഗ്രി പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ വഴിമാറി പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം പറയുന്നത്. ഡിഗ്രിക്ക് ശേഷമുള്ള ഉന്നത പഠന തൊഴിൽ മേഖലകൾ നമുക്കൊരു 5 സെക്ടറുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ തന്നെ ഹയർ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്, ജോബ് ഓറിയന്റഡ് ഉണ്ട്. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന ആളുകൾ ഈ ഒരു പ്ലാൻ, ഒരു മത്സര പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുകയും അതിൽ ഏതാണോ അവർക്ക് ഏറ്റവും അനുയോജ്യവും താല്പര്യമുള്ളത് അത് സെലക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കരിയർ വളരെ ക്ലിയർ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന്, ജനറൽ ആയിട്ട് വരുന്ന ഒരുപാട് ജോബ് ഓറിയന്റഡ് ആയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഞാനിത് പറയുമ്പോൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം വിളിച്ചിട്ടുണ്ട്. 17,000-ലധികം പോസ്റ്റാണ് ഈ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CBIയിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ NIAയിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ, നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഓഫീസർ ഒക്കെ ആയിട്ട് വിദേശ ഇന്ത്യൻ എംബസികളിൽ സെക്ഷൻ ഓഫീസർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള 24ഓളം വിവിധ പോസ്റ്റുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനായ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ വരുന്ന. അത് SSC കണ്ടക്ട് ചെയ്യുന്ന. അതിന്റെ തന്നെ CHSL ഉണ്ട്, ദെൻ PSC വിളിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, ദെൻ വില്ലേജ് ഓഫീസ് എക്സ്റ്റൻഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ. രസകരമായ ഒരുപാട് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിലോ +2 തലത്തിലുള്ള പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകൾക്ക് വേണ്ടി ഡിഗ്രി തലത്തിലെ 4 വർഷത്തെ കൃത്യമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സേഫ് ലാൻഡിംഗ് നടത്തും. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ദെൻ അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അറിയാം. സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്ലാൻ ചെയ്യാം. സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ 4 വർഷത്തെ അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി നിങ്ങൾ എന്തെങ്കിലും ഒന്നിലെത്തും. ഇനി ഇത് കോമ്പറ്റേറ്റീവ് എക്സാം സാധാരണ നിലക്ക് ജോബിന് വേണ്ടി മാത്രമുള്ളതല്ല.
ഹയർ സ്റ്റഡീസിന് വേണ്ടിയുള്ള കോമ്പറ്റീവ് എക്സാം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഉദാഹരണത്തിന് CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള പ്രവേശനത്തിനുള്ളതാണ്. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രവേശനം പലപ്പോഴും നിങ്ങൾക്ക് തുറന്നു തരുന്ന വാതായനങ്ങൾ ഒട്ടേറെയാണ്. വിദേശ ഫെലോഷിപ്പുകൾ ഒരു പൈസയും കൊടുക്കാണ്ട് പഠിക്കാനുള്ള ചാൻസുകൾ കിട്ടും. LLB എൻട്രൻസ് എക്സാം, മീഡിയ സ്കൂൾ എൻട്രൻസ് എക്സാമുകൾ, ദെൻ അതുപോലെ തന്നെ മാനേജ്മെന്റ് സ്കൂൾ ക്യാറ്റ് ഉള്ളത്. ക്യാറ്റ് പ്രിപ്പയർ ചെയ്താൽ CMAT-ഉം KMAT-ഉം അതുപോലെ SAT-ഉം SNAP-ഉം ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിലൂടെ മാനേജ്മെന്റ് ബിസിനസ് സ്റ്റഡീസിലേക്ക് വരാം. അങ്ങനെ രസകരമായ ഒട്ടേറെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്. ഇപ്പൊ CUET ഒക്കെ എഴുതിയിട്ട് TIS ഒക്കെ പോലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്ക് പഠിക്കാം. അങ്ങനെ നോക്കുമ്പോൾ രസകരമായ ഡിഗ്രിക്ക് അനുയോജ്യമായ +2 തലത്തിലോ ഡിഗ്രി തലത്തിലോ ഉള്ളതായ ഒരുപാട് കോമ്പറ്റീവ് എക്സാം ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കരിയറിൽ ചെന്നെത്തും. ഇനി രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ചില ആളുകളുണ്ടാവും ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപാട് കാലം പഠിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ജോലി കിട്ടണം, കുറഞ്ഞ നാളുകൾ മാത്രമേ പഠിക്കുക. ഡിഗ്രി പഠിച്ച് കെമിസ്ട്രി ഒക്കെ പഠിച്ച് ടീച്ചർ ആവണം, ഫിസിക്സ് പഠിച്ച് സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിച്ചു, ഇക്കണോമിസ്റ്റ് പഠിച്ച് വലിയ ഇക്കണോമിസ്റ്റ് ആവണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചെന്നാൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതായി. എങ്കിൽ പോലും പേടിക്കേണ്ട, ഷോർട്ട് ടൈം കോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏവിയേഷൻ മേഖലയിൽ, ലോജിസ്റ്റിക്സിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ, ദെൻ അങ്ങനെ തുടങ്ങി ഈവന്റ് മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി, ദെൻ അതുപോലെ തന്നെ സയൻസുകാർക്ക് പറ്റി ഒരുപാട് രസകരമായ കോമ്പറ്റീവ് എക്സാംസ് മീൻ ഷോർട്ട് ടൈം കോഴ്സുകൾ. പ്രത്യേകിച്ച് ഈ വുഡ് പാനൽ പ്രൊഡക്ഷൻ ടെക്നോളജി, സിമെന്റ് ടെക്നോളജി, ഗ്ലാസ് ബ്ലോയിങ് ടെക്നോളജി, അങ്ങനെ രസകരമായത് റേഡിയോ ഐസോടോപ്പ് ടെക്നിക്സ് പോലെ, പേപ്പർ ആൻഡ് പൾപ്പ് ടെക്നോളജി പോലെ, ഫൗണ്ടറി ആൻഡ് ഫോർജ് ടെക്നോളജി പോലെ, സിപ്പറ്റ് കൊടുക്കുന്ന പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിക്കാർക്കുള്ള ഷോർട്ട് ടൈം കോഴ്സുകൾ പോലെ രസകരമായ ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഫിസിക്സുകാർക്ക് മാത്രമായിട്ട് 60-ലധികം ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. കെമിസ്ട്രിക്കാർക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈം കോഴ്സുകൾ ഉള്ളത്, ഏതാണ്ട് 100-നടുത്തുണ്ട്. അപ്പൊ ഷോർട്ട് ടൈം കോഴ്സുകൾ മാത്രം ഫോക്കസ് ചെയ്ത് അതൊരു പാക്കേജ് ആയിട്ട് സെലക്ട് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. ദേശീയ തലത്തിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്ത് ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ച് ജോബ് ഓറിയന്റഡ് ആക്കാം. ഇനി മൂന്നാമത്തേത്, എല്ലാ ഡിഗ്രിക്കാർക്കും അവർക്ക് പറ്റിയ ഡിഗ്രി അനുബന്ധമായ ജോബ് ഓറിയന്റഡ് ആയ PG പ്രോഗ്രാമുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എൻവയൺമെന്റൽ സയൻസും ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകൾ വേണമെങ്കിൽ കെമിസ്ട്രിക്കാർക്ക് പഠിക്കാം. ഓർഗാനിക്കും ഇനോർഗാനിക്കും ഇൻഡസ്ട്രിയലും ദെൻ പോളിമറുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിൽ ഇൻസ്ട്രുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഷ്യനോഗ്രാഫി, മെറ്റീരിയോളജി, അറ്റ്മോസ്ഫറിക് സയൻസ്, ദെൻ അത്തരം കോഴ്സുകൾ സയൻസുകാർക്ക് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ഹിസ്റ്റോപാത്തോളജി, ദെൻ ക്ലിനിക്കൽ എംബ്രിയോളജി ഒക്കെ പോലുള്ള MSc പ്രോഗ്രാംസ്, ബയോടെക്നോളജി, ജെനറ്റിക്സ് പോലുള്ള ഏരിയകൾ, തന്നെ അത്തരം മാസ്റ്റേഴ്സ് ഒക്കെ വളരെ സ്പെസിഫിക് ആയ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ്. പോപ്പുലേഷൻ സ്റ്റഡീസ്, ഇക്കണോമെട്രിക്സ്, മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, റിലയബിലിറ്റി എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടത്, ഓപ്പറേഷൻ റിസർച്ച്, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പോലുള്ള രസകരമായ ഓപ്ഷൻസ്. ദെൻ സൈക്കോളജി വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ മാസ്റ്റേഴ്സ് സ്പെസിഫിക് ആയത് ജോബ് ഓറിയന്റഡോ റിസർച്ച് ഓറിയന്റഡോ ആയ, സബ്ജക്ട് ഓറിയന്റഡ് ആയ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഇതിന് പുറമെ നാലാമത്തത് ഓപ്പൺ ടു ഓൾ ആണ്. ഓപ്പൺ ടു ഓൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന MSW എല്ലാവർക്കും ചെയ്യാം, ജേർണലിസം എല്ലാവർക്കും ചെയ്യാം, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും ചെയ്യാം. ദെൻ അതുപോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആവാം, പബ്ലിക് റിലേഷൻ ആവാം. ഇനി ഭാഷയായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പോവാൻ ഫോറിൻ ലാംഗ്വേജ് പഠിച്ചുള്ള ഒരു മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് അത് ജോബ് ഓറിയന്റഡ് ആക്കാം. ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലീഗൽ സ്റ്റഡീസ് ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. അങ്ങനെ വളരെ കൃത്യമായ മേഖല സെലക്ട് ചെയ്തുകൊണ്ട് അതിന് ജോബ് ഓറിയന്റഡോ റിസർച്ച് ഓറിയന്റഡോ ആക്കാം. ഇനി അഞ്ചാമത്തേത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ട്. വിദേശ പഠനം ലക്ഷ്യം വെക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് വിദേശ പഠനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പൊ തന്നെ നടന്ന, പ്രത്യേകിച്ച് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് വിദേശ പഠനം കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, വിദേശ പഠനം മെറിറ്റോറിയസ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെയും അവസരങ്ങളെയും കുറിച്ച് ഈ ഒരു ടൈം പഠിക്കുകയും അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ. മെറിറ്റോറിയസ് ആയിട്ട് പഠിക്കാൻ ചെയ്യേണ്ടത് എന്താ? ഒന്ന്, നിങ്ങളുടെ അക്കാഡമിക്സ് ക്രെഡൻഷ്യൽസ് നന്നാക്കണം. രണ്ടാമത്തത്, നിങ്ങളുടെ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് വളരെ സയന്റിഫിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, എസ്സേസ് പ്രിപ്പയർ ചെയ്യുക, കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മാക്സിമം പങ്കെടുത്ത് സബ്ജക്റ്റിൽ എക്സ്പേർട്ടായി പരമാവധി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളും പ്രോഗ്രാമുകളും ഒക്കെ പങ്കെടുക്കുകയും അതിൽ പ്രസന്റ് ചെയ്യുകയും പറ്റുമെങ്കിൽ ഒരു പബ്ലിഷ്ഡ് വർക്കുകളോ 1-2 നിങ്ങളുടെ ഭാഗമായിട്ട്, കരിയറിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്ത് വിദേശ പഠനത്തിൽ മെറിറ്റോറിയസ് ആക്കി മാറ്റുകയും ചെയ്യുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി ആദ്യമേ പ്ലാൻ ചെയ്ത് ചെയ്താൽ
നിങ്ങളുടെ ഡിഗ്രി സത്യമായിട്ടും നിങ്ങളൊരു സ്വപ്ന സദൃശമായ കരിയറിലേക്ക് നയിക്കും. ഒരു സംശയമില്ല, അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്കാവട്ടെ. ഈ 4 ഇയർ ഡിഗ്രിയെ വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ. Career Guru, molding your future.